ചേച്ചി, CPM ഇഷ്ടമില്ലാത്തതിനെയൊക്കെ നശിപ്പിക്കുന്ന ഒരു പ്രവണത പണ്ട് പോലെ ഉണ്ട്. അത് പാർട്ടി ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇവിടെ ഇപ്പം CPM പല നിലപാടുകളും മാറി മാറി വരുന്നുണ്ട്. അവർ ഫുൾ ടൈം വിപ്ലവകാരികളെ സൃഷ്ടിക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോ വിപ്ലവകാരിയോ? എന്ത് വിപ്ലവം? അതിനൊന്ന് ഇംഗ്ലീഷ് പറയാമോ? അല്ല, അവര് പറഞ്ഞ അതിന് ഇംഗ്ലീഷ് പറയൂ. വിപ്ലവകാരിയുടെ ഇംഗ്ലീഷ് പറയൂ. ചേച്ചി, എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോ അങ്ങനെ ഓരോ തവണയും മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ആശാ വർക്കർമാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വെറുതെ വലിയ യുദ്ധം നടന്നതാണ് കേട്ടോ ഓപ്പറേഷനില്. അറിഞ്ഞില്ലേ? അവര് വർക്കർമാരല്ല, ആക്ടിവിസ്റ്റുകളാണ്. ഹെൽത്ത് ആക്ടിവിസ്റ്റ്. എന്നിട്ട് ഗൂഗിൾ ചെയ്യും. അല്ല ചേച്ചി പറഞ്ഞോ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, ASHA ആക്ടിവിസ്റ്റ്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അത് കോർപ്പറേഷനിൽ പറഞ്ഞു, എടുത്തു വെച്ച് കാണിച്ചു വന്നു. നോക്ക്, വർക്കറല്ല ആക്ടിവിസ്റ്റ്. വർക്കറിനാണെങ്കിൽ കാശ് കൊടുക്കാം. വർക്കറാണെങ്കിൽ ആക്ടിവിസ്റ്റിന് കാശ് കൊടുക്കുമോ? ഈ വിപ്ലവകാരികൾ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മുടെ അവർക്ക് കാശ് കൊടുക്കുമോ? അവര് മനസ്സുകൊണ്ടറിഞ്ഞ് ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഭയങ്കര യുദ്ധം കേട്ടോ. അപ്പോൾ എന്താണ് അദ്ദേഹം മാന്യതയും തന്നെ അറിയാണ്ട് ആശാ വർക്കർ എന്ന് പറഞ്ഞു, നമ്മൾ നിർത്തണം, നിങ്ങൾ തീരുമാനിക്കണം. ആശാ വർക്കറാണോ ആശാ ആക്ടിവിസ്റ്റ് ആണോ? ആശ എന്ന് പറയുന്നതിന്റെ തന്നെ ആക്ടിവിസ്റ്റ് ആണ്. അപ്പൊ ആശാ വർക്കറിന് ഭയങ്കര യുദ്ധം കേട്ടോ. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഉടനെ മേയർ കാരണഭൂതൻ ആണ് കേട്ടോ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എനിക്ക് കുറച്ച് കാര്യം കാരണഭൂതനെ കുറിച്ച്. നമ്മുടെ ലോക്കൽ കാരണഭൂതൻ കേട്ടോ, സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ മേയറും അറിയാണ്ട് ആശാ വർക്കർ എന്ന് പറഞ്ഞു, നമ്മൾ ഇപ്പൊ തീരുമാനം പറയണം, ആക്ടിവിസ്റ്റ് ആണോ വർക്കറാണോ? ആശ എന്ന് പറയുന്നത് തന്നെ വർക്കറല്ല, അവസാനിക്കുന്നത് ആക്ടിവിസ്റ്റിലാണ്. നിങ്ങൾ ഗൂഗിൾ നോക്കി ഞങ്ങളെയൊക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു രസമുണ്ടായിട്ടോ സിനിമജി. ഇവിടെ നടന്ന് കാണിക്കാൻ പറ്റില്ല, എന്നാലും ഇരുന്ന് കാണിക്കാം. ഇവരുടെ ഒരു വലിയ സമുന്നതനായ പാർട്ടിയിലെ ഒരു കൗൺസിലർ, ഞങ്ങൾ 5 BJPക്കാർ ഇരിക്കുന്നതിന് മുമ്പിൽ കൂടെ ഞാൻ നടക്കുകയാണ്. എന്നിട്ട് പറയാണ്, SUCI നടത്തുന്ന സമരമാണ്, അവർ നക്സൽ ചായവുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾ വിലങ്ങിട്ട് നിൽക്കുന്നത്. ചേച്ചി പതുക്കെയാണല്ലോ പറയുന്നത്, ഉറക്കം. അങ്ങനെ ആരും കേൾക്കാണ്ട് അങ്ങനെ നടക്കുന്ന പോലെ മാത്രമേ തോന്നുള്ളൂ. ഇവിടുന്ന് നടന്ന് അപ്പുറത്തേക്ക് പോകുന്ന പോലെ തോന്നുള്ളൂ. ഇങ്ങനെ തല കുമ്പിട്ട് ചുണ്ടനക്കാണ്ട്. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക്. SUCI എന്ന് പറയുന്നത് നക്സലൈറ്റ് ഗ്രൂപ്പാണ്. അവര് നടത്തുന്ന സമരമായതുകൊണ്ട്, അവർ നേതൃത്വം നൽകുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ വിലങ്ങിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് നോക്കുന്ന ആർക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ അങ്ങോട്ടും പോകുന്നു ഇങ്ങോട്ടും പോകുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ SUCI എന്ന് പറയുന്നത് ഒരു വിപ്ലവ സംഘടന, നക്സലൈറ്റ് സംഘടന. നക്സലൈറ്റുകളെ കൊന്ന ഒരു ചരിത്രം പിണറായി ഗവൺമെന്റിനുണ്ടല്ലോ. വിപ്ലവം പറഞ്ഞു വന്ന് വിപ്ലവം കാണിക്കുന്നവർ. ഇവര് തന്നെ എത്രയോ പോലീസ് സ്റ്റേഷനിൽ കയറിയ ആൾക്കാരെ, പോലീസുകാരെ കൊന്നിരിക്കുന്നു. ആണെന്ന്. ആക്ടിവിസ്റ്റുകളല്ലേ? ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവര് പല അർത്ഥം കൊടുക്കാം ആക്ടിവിസ്റ്റുകൾക്ക്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇവർക്ക് ഓണറേറിയം ഒന്നും കൂട്ടേണ്ടയും കുറയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല. പിന്നെ അവര് പറയുന്നത് എന്താണ്, ഇവിടെയാണ് വടക്ക് നോക്കിയ യന്ത്രങ്ങളാണല്ലോ. ഇവിടുത്തെ കാര്യം നോക്കൂല, ഇവിടുത്തെ പിള്ളേരൊക്കെ കടൽ കടന്ന് പോയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും, വടക്ക് നോക്കിയ യന്ത്രങ്ങളായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ 2000 രൂപ മതി ജീവിക്കാൻ. UP ഞാൻ പോയിട്ടുള്ളതാണ്, മേഘാലയയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ 2000 പോലും വേണ്ട, എല്ലാം അവിടെ ഇതാണ്. 1 രൂപയ്ക്ക് കിട്ടും ബീൻസ് 1 കിലോ. 50 പൈസക്ക് കിട്ടും പട്ടാണി പയറ്. പിന്നെ എന്തിനാണ് ഇത്രയധികം രൂപ? ഇവർ എഴുതി വെച്ചിരിക്കുന്നു 723 രൂപ, അങ്ങനെ എന്താണ് മിനിമം വേജസ്. അവിടുന്ന് കേരള ദുബായ് എന്നും പറഞ്ഞ് പ്ലെയിനിൽ കുറെ പേര്, ഇപ്പൊ പ്ലെയിനിലാട്ടോ അവർ വന്നു പോകുന്നത്, നമ്മുടെ അതിഥി തൊഴിലാളികൾ, അവർക്ക് കൊടുക്കാം. പക്ഷെ ഈ പാവപ്പെട്ടവർക്ക്, ഏത് അസുഖം നോക്കുന്നവർക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം അവര് ആക്ടിവിസ്റ്റ് ആണ്. അവര് ഓണറേറിയത്തിന് വേണ്ടി എല്ലാ ജോലി ചെയ്യുന്നത്, അവര് പൈസയ്ക്ക് വേണ്ടി എല്ലാ ജോലി ചെയ്യുന്നത്, ഒരു സന്തോഷത്തിന് വേണ്ടി. അതെ, ഇവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് പല കിമ്പളങ്ങളും കിട്ടും. ഇവർക്ക് കിമ്പളവും കിട്ടൂലല്ലോ. അവര് കൊടുത്താലും കഴിക്കില്ല. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ മോളെ, ഒരു 50 രൂപ, മോൾ ഇത്രയും ബുദ്ധിമുട്ടിയതല്ലേ, അമ്മയുടെ നനഞ്ഞ ഇതൊക്കെ കുളിപ്പിച്ച് കിടത്തിയതല്ലേ എന്ന് പറഞ്ഞാൽ, അയ്യോ വേണ്ട ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ചുരുട്ടി തിരിച്ചു വെച്ച് തരും. അങ്ങനെയുള്ളവരാണ് ആശാ വർക്കർമാരെന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കോർപ്പറേഷനിലേക്ക് വരുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു കാരണഭൂതനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, സ്ഥലത്തെ പ്രധാന പയ്യൻസ്. എൻ്റെ സിനോജി, ഞങ്ങളുടെ ഒരു എന്താണ്
ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റിന്മേൽ ചർച്ച വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് തിരുവാതിര കളി കളിക്കാൻ തോന്നി. കാരണം ഒരു വേൾഡ് റെക്കോർഡ് തിരുവാതിര കാരണഭൂതനെ പറ്റി ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഓരോ CPM അംഗങ്ങളും എഴുന്നേറ്റ് നിന്ന്. ഞങ്ങളുടെ മേയർ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായി. അപ്പൊ കാരണഭൂതൻ ലോക്കൽ കാരണഭൂതനാണല്ലോ. എന്തൊക്കെയാ പറഞ്ഞ പാട്ട് പാടുന്നു, എന്താണ് ഘോരം കവലപ്രസംഗത്തിനെക്കാട്ടിലും ഉറച്ച ശബ്ദത്തിൽ മേയർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ കൊച്ചി കോർപ്പറേഷൻ അറബിക്കടലിൽ താണുപോയേനെ. ഇതുപോലൊരാളെ നമുക്ക് മേയറായി കിട്ടിയതാണ് ഈ കൊച്ചി നിവാസികളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. കാരണഭൂത ജയ് ജയ് എന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ മേശയിൽ കൊട്ടി പാടുക. ശരിയാണ്, അറബിക്കടലിൽ താണുപോയില്ലെങ്കിലും ഇന്നലത്തെ മഴയത്ത് എൻ്റെ ഡിവിഷനിൽ ധാരാളം വെള്ളം കയറിയിട്ടുണ്ട്. മുല്ലശ്ശേരി കനാല് അടച്ചു കിടക്കുകയാണ്. മേയർ വന്നില്ല, കളക്ടർ വന്നു, ഒരു ഉദ്യോഗസ്ഥൻ പോലും കൊച്ചി കോർപ്പറേഷനിൽ വന്നില്ല. എത്ര പേരുടെ ജീവനും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കും ഏറ്റവും വലിയ നാശമുണ്ടാക്കുന്നതാണ്. കോർപ്പറേഷന് ഒരു എഞ്ചിനീയർ വന്നില്ല, കൗൺസിലറായി എന്നെ അറിയിച്ചില്ല, കളക്ടർ വന്നു. ഞങ്ങളൊരു നടുക്കാണ്, അപ്പുറത്ത് 66ഉം ഇപ്പുറത്ത് 62ഉം. ഞങ്ങൾ പോവില്ലേ, ജനങ്ങളുടെ കാര്യമല്ലേ. എന്നിട്ടാണ് ഈ കാരണഭൂതനും തിരുവാതിര കളി. സത്യത്തിനുജി എനിക്ക് തിരുവാതിര കളിക്കാൻ തോന്നി ആ നടുത്തളത്തിൽ ഇറങ്ങിയിട്ട്. അവരുടെയൊക്കെ ആഘോഷം, ഇങ്ങനെയൊക്കെ ഒരാളെ പൊക്കി പറഞ്ഞത് കൊണ്ട് മാത്രം ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ പാർട്ടി എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പൊ ഈ സമരം മുന്നോട്ട് പോകുന്നതിന്റെ കാരണം ഇവർ ആക്ടിവിസ്റ്റ് ആണെന്ന് CPM ഒന്ന് തീരുമാനിച്ചുകൊണ്ടാണോ? അതെ, തീർച്ചയായിട്ടും. ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിനും അർഹതയില്ലല്ലോ. പിന്നെ ആക്ടിവിസ്റ്റിന്റെ വേറൊരു നിലയിൽ നോക്കുകയാണെങ്കിൽ അവർ ആക്ടിവിസ്റ്റുകളെ പോലെ പെരുമാറുന്നു. അവരവിടെ ഇരിക്കുന്നു, ഇത്രയും മഴയത്തും ഇത്രയും വെയിലത്തും യാതൊരു പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുവാനുള്ള സൗകര്യമില്ല. എന്നിട്ട് പോലും ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്നു. നമ്മുടെ ശിവൻകുട്ടി സഖാവ് അവരുടെ അടുത്ത് ചർച്ച നടത്തി. എന്നിട്ട് എന്താ പറയുന്നത്? എന്തുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ തലയിൽ കൊണ്ടുവയ്ക്കും. എൻ്റെ സിനുജി ഒന്ന് വേർതിരിച്ചു പോകാനായിട്ട് സമ്മതിക്കണം. ഇപ്പോൾ കേന്ദ്രത്തിൽ ഞാൻ പോയിട്ട് ഇവിടുത്തെ താന്തോണി തുരുത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് നമ്മൾ സംസാരിച്ചതിന് ശേഷം മിനിസ്റ്റർ ഇവിടെ വന്നു, എനിക്ക് അപ്പോയിൻമെന്റ് തന്നു. എന്നിട്ട് അദ്ദേഹം കൂടെയുള്ള പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു പത്മജയുടെ നിവേദനത്തിൽ എന്തായി ആക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ആഴ്ച തന്നെ വന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇന്നായിരുന്നു ഇൻസ്പെക്ഷൻ വച്ചിരുന്നത്, പക്ഷെ ഇന്ന് താങ്കൾ ഇവിടെ ഉള്ളതിന് അവർക്ക് പോകാൻ പറ്റില്ല, നാളെ. ഇന്ന് ഞാനുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. ഞാനല്ല പ്രധാനം, ജനങ്ങളാണ് പ്രധാനം, എൻ്റെ കൂടെ അവർ നിൽക്കേണ്ട ആവശ്യമില്ല, നാളെ പോയിക്കൊള്ളണം. പിറ്റേ ദിവസം രാവിലെ 11:45 അവരുടെ സ്വന്തം ബോട്ടിൽ അവർ ഹൈക്കോടതി ബോർഡ് ജെട്ടിയിൽ വന്ന്, അവർക്ക് ബോട്ടുണ്ട് ഇൻലാൻഡ് വാട്ടർവേസിന്, ഞങ്ങളെയും കൊണ്ട് പോയി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ലിസി ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവരുടെ അവിടുത്തെ അവസ്ഥ. വെള്ളം കയറിയിട്ടുണ്ട് തലേ ദിവസം. അപ്പം ആ വെള്ളം അടിച്ചിറക്കുന്ന ഇതിലായിരുന്നു, ജോലിയിലായിരുന്നു എല്ലാവരും. അതൊക്കെ നേരിട്ട് കാണാൻ പറ്റി. അവർ നേരിട്ട് കൊണ്ട് എവിടെ നടക്കും. ഉടനെ നമ്മുടെ MP സാറ് ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ ചെയ്തുകൊണ്ട്. എത്ര നാളെ അദ്ദേഹം ചെയ്യാൻ തുടങ്ങിയിട്ട്? 10 വർഷമാകാൻ പോകുന്നു അദ്ദേഹം MP ആയിട്ട്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, BJPക്കാർ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉടനെ ഞങ്ങളുണ്ട് നമ്മളുടെ സാരിത്തുമ്പിൽ പിടിച്ച് നിൽക്കാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രനീതി. അവർ വന്നു, അവരെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു മാഡം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പറ്റുമെന്ന് നോക്കട്ടെ, ഞങ്ങളെ കൊണ്ട് തന്നെ ഇത് ചെയ്ത് റേസ് ചെയ്ത് 3 അടിയോളം പൊക്കിയിട്ട് തടഭിത്തി കെട്ടിത്തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കട്ടെ. ഇതാണ് സദ്ഭരണം, അല്ലാണ്ട് കാരണഭൂതൻ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ എല്ലാ കാലത്തും ഈ ആക്ടിവിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് CPM. അപ്പോൾ ശബരിമല സമരം ഉൾപ്പെടെയുള്ള സമയത്ത് ആക്ടിവിസ്റ്റുകളാണ് അവരെ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ചെയ്യുന്ന CPM ഇപ്പൊ എന്തുകൊണ്ടാണ് ആക്ടിവിസ്റ്റുകൾക്കെതിരാകുന്നത്, അല്ലെ അവരെ പുറത്താക്കുന്നത്? ഇത് SUCI അതും വന്നോട്ടോ ചർച്ചയിൽ. SUCI എന്താണ് ഡബ്ബയിൽ, നമ്മുടെ ചെറിയ ഈ എന്തെങ്കിലുമൊക്കെ നെസ്ലയുടെയൊക്കെ ഡബ്ബയിലാണ് പിരിക്കുന്നത്. അങ്ങനെ പിരിച്ചുകൊണ്ട് നടക്കുന്നവരല്ലേ. അപ്പോൾ ഇവര് ബക്കറ്റിലല്ലേ പിരിക്കണേ? ഇവര് കുറച്ചേ പിരിക്കണുള്ളൂ, പാവങ്ങൾ ഇത്രയേ പിരിക്കണുള്ളൂ. ഇവര് ബക്കറ്റിലല്ലേ പിരിക്കുന്നേ, ഇറങ്ങി പിരിക്കുകയല്ലേ. ഇപ്പോഴും അപമെന്യുവിന് വേണ്ടിയുള്ള പിടുത്തം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിസ്റ്റുകൾ, അതായത് ഇപ്പോൾ കൊച്ചി ഭരിക്കുന്ന LDFന്റെ സഖാക്കൾ അഭിപ്രായത്തിൽ ഈ ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സ്വയമേവ ജനനന്മയ്ക്ക് വേണ്ടി യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാണ്ട് മുന്നോട്ട് വന്നവരാണ്. അപ്പോൾ അവരങ്ങനെ തന്നെ പ്രവർത്തിക്കണം. വർക്കർമാരാണെങ്കിൽ ഈ മിനിമം സ്കെയിലൊക്കെ ഇതിലുള്ളൂ. പക്ഷെ അവരുടെ നാക്കിൽ പോലും വരുന്നത് ആശാ വർക്കർ എന്നാണ്. അതിനാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചത്. നിങ്ങൾ തീരുമാനിക്കൂ, അവർ ആക്ടിവിസ്റ്റ് ആണോ വർക്കറാണോ എന്ന്. ആശ എന്ന് പറയുന്നതിൻ്റെ അവസാനം ആക്കുന്നത് ആക്ടിവിസ്റ്റ് എന്നാണ്.
അപ്പൊ ആശ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, വർക്കർ എന്ന് പറയേണ്ട ആവശ്യം. മേയറിന് പോലും തെറ്റുന്നു, അവരും ആശാ വർക്കർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആക്ടിവിസ്റ്റുകൾ, ഇവരുടെ ലെവലിലെ ആക്ടിവിസ്റ്റുകൾക്ക് പ്രതിഫലം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ സ്വന്തം ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് രസമല്ലേ, എത്ര പേരാ ഈ കൊച്ചു കുഞ്ഞിനെയും അവരുടെ മനസ്ഥിതി. ഞാൻ ഒരു ഇതായിട്ട് പറയാം, ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് ആയിട്ട് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭർത്താവിനെയും വിട്ട് കുട്ടികളെയും വിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, യാതൊരു പ്രതിഫലയില്ലാണ്ട് ജീവിക്കുന്ന ഇത്രയും അധികം ജനങ്ങളുള്ള കേരളത്തിൽ, എന്താ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലേ. കണ്ണൊന്ന് തുറക്കൂ എൻ്റെ പിണറായി, കണ്ണു തുറക്കൂ വീണ വിജയൻ, ശിവൻകുട്ടി സഖാവേ. ഇവരുടെ പരാധീനതകൾ കാണൂ. നിങ്ങൾ ആ എയർ കണ്ടീഷൻ കാറിൽ നിന്ന് ബസ്സിൽ പോലും പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ പോകാൻ പറ്റുന്നില്ല. തൊട്ടടുത്തല്ലേ സെക്രട്ടേറിയറ്റ്. വലിയത് കാണിക്കും. സിനുജി ഓർക്കുന്നുണ്ടോ, സമരം ബന്ദ് വരുന്ന സമയത്ത് ആരെങ്കിലും പുറകെ സ്കൂട്ടറിൽ കയറിയിരുന്നു, അത് വലിയ വാർത്ത. ഇത് ദിവസം ഒന്ന് സ്കൂട്ടർ ഓടിച്ച് പോയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ അവരാരെ കൊല്ലാൻ പോകുന്നു? നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ വല്ല കാര്യമുണ്ട്? ഇത്രയും പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ അകമ്പടിയുടെ ആവശ്യമുണ്ടോ? സ്വന്തം സ്കൂട്ടർ ഓടിച്ചൊരു എക്സസൈസ് ആവും, ദുർമേധസ് കുറയും, സൈക്കിൾ ഓടിച്ച് പോട്ടെ, അല്ലേ? ഒരു രസമല്ലേ? പുറത്തെ രാജ്യങ്ങളിൽ സിനുജി എല്ലാവരും സ്വന്തമായി സ്വന്തം വാഹനങ്ങൾ, മിക്കവരും സൈക്കിളിലൊക്കെ അവരൊക്കെ ഒരു എക്സസൈസ് എന്നുള്ള നിലയിൽ. ഇവിടെയും അങ്ങനെയല്ലേ കമ്മ്യൂണിസം വരണ്ടേ? കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തിന് ഇത്രയും വലിയ കൊട്ടാരം, ചലിക്കുന്ന കൊട്ടാരം, അല്ലേ? ആവശ്യം എന്താ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.